ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈ കാണുന്ന പഴയ പാൻറ് വെച്ചിട്ട് ഒരു ക്രോപ്പ് ടോപ്പ് ചെയ്തെടുക്കാം. ഇത് നോർമൽ പാൻ്റ് അല്ല, കുറച്ച് ലൂസായിട്ടുള്ള പലാസ മോഡൽ പാൻറ്റാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു മീഡിയംകാർക്കൊക്കെ പറ്റിയിട്ടുള്ള സൈസാണ്. അതായത് ഒരു 32-33 സൈസ് ചെസ്റ്റ് അളവൊക്കെ വരുന്ന അവർക്ക് പറ്റിയിട്ടുള്ള ക്രോപ്പ് ടോപ്പാണ് ചെയ്തെടുക്കുന്നത്. അതിന് നമുക്ക് ഈ പാൻറ്റിൻ്റെ സ്റ്റിച്ചസ് ഒക്കെ ഒന്ന് അഴിച്ചെടുക്കണം. ഞാനൊക്കെ അഴിച്ചെടുക്കാനുള്ള മടി കൊണ്ട് ഞാനിവിടെ കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ടോപ്പിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്തിൽ വേണം ഈ തുണി കട്ട് ചെയ്തെടുക്കാൻ. ഞാനിവിടെ പാൻറ്റിൻ്റെ താഴത്തെ ഭാഗം എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴത്തെ ഭാഗം കട്ട് ചെയ്യാണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് അളവിൽ തന്നെ വെട്ടിയെടുത്താൽ മതിയായിരിക്കും. ഞാനൊരു പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ഞാൻ സാധാരണ രണ്ടും ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യൽ. ഇപ്പോൾ നമുക്ക് ബാക്കും ഫ്രണ്ടും വേറെ വേറെ ആയിട്ടിട്ട് കട്ട് ചെയ്യാം. 16 ഇഞ്ച് ലെങ്ത്താണ് ഞാൻ ടോപ്പിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി വിട്ടിട്ടുണ്ട്. ഈ പാൻറ്റിൻ്റെ ഒരു സ്റ്റിച്ച് ഭാഗം സെൻട്രലായിട്ട് വരുന്ന രീതിയിലാണ് ഞാൻ ഈ തുണി മടക്കിയിട്ടിട്ടുള്ളത്. ഈ ഡിസൈൻ ആയതുകൊണ്ട് ആ സ്റ്റിച്ചൊന്നും കാണുന്നില്ല. ഞാൻ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം അവിടെ നിന്ന് അളവെടുക്കാൻ. സാധാരണ നമ്മൾ ഷോൾഡർ എത്രയാണ് എടുക്കാറ് അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് കൂടുതൽ വേണം കോളർ വരുന്ന ടൈപ്പിന് നമ്മൾ എപ്പോഴും എടുക്കാൻ. അതുകൊണ്ട് ഞാനിവിടെ ഒരു 7 ഇഞ്ച് ഷോൾഡറും അതുപോലെ തന്നെ 7 ഇഞ്ച് ആം ഹോളും ഞാൻ ചെയ്തിട്ടുണ്ട്. 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പിന്, അതുകൊണ്ടാണ് 7 ഇഞ്ച് ആം ഹോൾ എടുത്തത്. ഇനി നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് ഞാനൊരു 8.5 ആണ് അവിടെ കൊടുത്തത്. പിന്നെ ഒരു 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ഞാൻ വിട്ടോളൂ. എനിക്ക് കുറേ എടുക്കണത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 1.25 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ബിഗിനേഴ്സ് എന്നുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ച് കൊടുത്തു. ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ 2 ഇഞ്ച് കൊടുത്തോളാൻ പറഞ്ഞത്. ആം ഹോൾ അടയാളപ്പെടുത്തിയപ്പം വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നു. താഴത്തെ ഭാഗവും അടയാളപ്പെടുത്താൻ മറന്നു. അത് ഞാൻ പറഞ്ഞു തരാം. താഴെ വരുന്നത് ഒരു 7 ഇഞ്ച് ലൂസും പിന്നെ ഒരു 1 ഇഞ്ച് ടക്കിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് വേണം ഷോൾഡർ സ്ലോപ്പ് ഒന്ന് ചെരിച്ച് വരച്ചെടുക്കാനായിട്ട്. നെക്ക് ഇപ്പം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണില്ല, ജസ്റ്റ് അവിടെ ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ബാക്ക് പോർഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ട് പോർഷനാണ്. അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു കട്ട് വരുന്ന കാരണം മടക്കിയിടണ്ട, 2 പീസ് ഒരുമിച്ച് വെച്ചിട്ട് മാർക്ക് ചെയ്താൽ മതി. ഓപ്പൺ വരുന്ന ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് നമുക്ക് ബാക്ക് പോർഷൻ വെച്ചിട്ട് കറക്റ്റ് വെച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. നെക്ക് വിഡ്ത്ത് 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 3.5 ഇഞ്ച് ലെങ്ത്തിലാണ് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു സ്ക്വയർ പോലെ ആദ്യം വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വേണം റൗണ്ട് വരച്ചെടുക്കാനായിട്ട്. ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് വരച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ചിലപ്പോൾ വളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ഈ സമയത്ത് തന്നെ ഫ്രണ്ട് പോർഷൻ്റെ ആം ഹോളൊന്ന് കുഴിച്ചിറക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ഞാനവിടെ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. ആ ഭാഗം 1/2 ഇഞ്ച് മാത്രം മതി ഉള്ളിലോട്ട് കുഴിച്ച് വെട്ടാനായിട്ട്. ബാക്ക് നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ച് നമ്മൾ നേരത്തെ നോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് താഴോട്ട് 1.25 ഇഞ്ച് ലെങ്ത്തിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ മാർക്കിങ്ങും കട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല വശവും ചീത്ത വശവും മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചീത്ത വശത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മാർക്കിങ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബാക്കി വരുന്ന പാൻറ്റിൻ്റെ പീസസൊക്കെ വെച്ചിട്ട് വേണം സ്ലീവും അതുപോലെ തന്നെ കോളറും ബട്ടണിൻ്റെ അവിടെ വയ്ക്കാനുള്ള പീസസൊക്കെ കട്ട് ചെയ്തെടുക്കണത്. നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് അങ്ങോട്ട് കിട്ടും. ഞാനിവിടെ അയൺ ചെയ്തില്ല. സ്ലീവിന് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ മടക്കി ഇടുന്നത്. പക്ഷേ സ്ലീവിൻ്റെ മാർക്കിങ് അടയാളപ്പെടുത്താനായിട്ട് മറന്നുപോയതല്ല. ഈ വീഡിയോയുടെ ഇടയിൽ കോള് വരുമ്പോൾ ആ ഭാഗം കട്ടായി പോണതാണ്. അതിൻ്റെ മാർക്കിങ് കട്ടിങ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭാഗത്താണ് ഞാൻ പറയുന്നത് ആം ഹോൾ കുഴിച്ച് വെട്ടാനായിട്ട് നിങ്ങൾ മറന്നു പോരും. നിങ്ങൾ നേരത്തെ തന്നെ ചെയ്യണം. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള മിസ്റ്റേക്കുകൾ ഈ പറഞ്ഞതൊക്കെയാണ്. ഞാൻ കുറേ ഭാഗങ്ങളൊക്കെ കട്ടായി പോയിട്ടുണ്ട്, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. സോറി, ക്ഷമിക്കണം എല്ലാവരും. ഇനി ഫ്രണ്ടിൽ ഓപ്പൺ ഭാഗത്ത് വെക്കാനായിട്ട് 2 പീസ് തുണികൾ വേണം. 6 ഇഞ്ച് വിഡ്ത്തിലും പിന്നെ ടോപ്പിൻ്റെ ലെങ്ത്തിലും വേണം തുണി എടുക്കാനായിട്ട്. 2 എണ്ണം വേണം. നെക്കിൻ്റെ ഓപ്പൺ ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം ആ പീസ് തുണി നമ്മൾ മുകളിലിട്ട് കൊടുക്കാനായിട്ട്. 2 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് തുടങ്ങി ടോപ്പിൻ്റെ താഴെ വരെ ആ പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 1/2 ഇഞ്ച് വിഡ്ത്തിൽ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ 2 പീസിലും ചെയ്തെടുക്കണം. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ ചെറിയ കട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം. ഉള്ളിലോട്ട് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നല്ല രീതിക്ക് പെർഫെക്റ്റ് ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്താലേ ശരിയാവുള്ളൂ. അത് നമുക്ക് ഉള്ളിലോട്ട് മറിച്ചിട്ടെടുക്കാം. ആ കോർണറിൻ്റെ ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതാക്കിയെടുക്കണം. അതിനി നന്നായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം.
2 പീസിലും അതുപോലെ തന്നെ ചെയ്തെടുക്കണേ. 2 പീസിലും നന്നായിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന തുണി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് പോർഷൻ്റെ നല്ല വശവും ഫ്രണ്ട് പോർഷൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് കോളർ വെക്കാനായിട്ട് എത്ര തുണി വേണമെന്നുള്ളതൊന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല വൃത്തിക്ക് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഓവറായിട്ട് വലിച്ചു പിടിക്കുകയൊന്നും പാടില്ല. ബാക്ക് പോർഷൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ള 2 ഇഞ്ച് വരെ മാത്രം നോക്കിയാൽ മതി. തുണി ഓവറായിട്ട് വലിച്ചു പിടിക്കാനോ അതുപോലെ തന്നെ ചുരുക്കിയിരിക്കാനോ ഒന്നും പാടില്ല. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഈ ഭാഗം നല്ലപോലെ ചെയ്താലേ ശരിയാവുകയുള്ളൂ. എനിക്കിവിടെ അളന്നപ്പോൾ കിട്ടിയത് 7.5 ഇഞ്ചാണ്. എല്ലാവർക്കും അതുപോലെ 7.5 ഇഞ്ച് തന്നെ വരണമെന്നില്ല. പലർക്കും പല സൈസിലായിരിക്കും. വീണ്ടും രണ്ടാമതൊന്നുകൂടി ചെയ്ത് നോക്കിയിട്ട് അത് തന്നെയാണോ വരുന്നതെന്ന് ഉറപ്പ് വരും. കോളറിൻ്റെ ഭാഗം ഞാൻ മടക്കി ഇട്ടിട്ടാണ് അവിടെ നിന്ന് അളന്നിട്ടുള്ളത്. അതുകൊണ്ട് 7.5 നമുക്ക് കിട്ടിയത്. അപ്പോൾ മൊത്തത്തിൽ വരുന്നത് 15 ഇഞ്ചാണ് അളവ് വന്നിട്ടുള്ളത്. കൂടെ ഒരു 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനായിട്ട് വിട്ടിട്ട് 16 ഇഞ്ച് ലെങ്ത്തിൽ 4 ഇഞ്ച് വിട്ടിൽ 2 പീസ് തുണി കട്ട് ചെയ്തെടുക്കണം. ഇനി കട്ട് ചെയ്തിട്ടുള്ള 2 പീസും ഒരുമിച്ചിട്ടിട്ട് 2ആക്കി മടക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള 7.5 ഇഞ്ചും അതുപോലെ തന്നെ 1/2 ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ താഴെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ട് ഒരു ചെരിച്ചൊന്ന് കർവ് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മുകളിലും ചെറുതായിട്ടൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് രണ്ടും നമുക്ക് നിവർത്തിയിടാം. ഇതിൻ്റെ മുകൾ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള 3 വശവും 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആ കർവ് പോലെ വരുന്ന ഭാഗത്ത് മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി. മുകളിലെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ട. ബാക്കി 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കി ചെറിയ ചെറിയ കട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടെടുക്കണം. നമുക്കിതിൻ്റെ ഉൾവശം ഒന്ന് എന്തെങ്കിലും മോനുള്ള ഭാഗം എന്തെങ്കിലും ഒന്ന് ഉള്ളിലേക്ക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗമൊക്കെ ഒന്ന് നേരാക്കി കൊടുക്കാം. ഞാൻ കോളർ പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കണമായിരുന്നു. എന്നിട്ട് ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2ൻ്റെയും സെൻറ്റർ ഭാഗം കറക്റ്റ് വെച്ചിട്ട് ഒരു ഭാഗം മാത്രം മൊത്തം ചുറ്റും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ചെയ്യുമ്പോൾ ഒരറ്റത്തുനിന്ന് ഈ അറ്റത്തേക്ക് ചെയ്യരുത്. ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്ററും കോളർ ഭാഗത്തിൻ്റെ സെൻറ്ററും മാത്രം വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ആദ്യം സ്റ്റിച്ച് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്താൽ മതിയാകും. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആ കോളറിൻ്റെ ഭാഗം ഒരു 1/2 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റിച്ചിങ് ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം നല്ല വൃത്തിക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള ഓപ്പണിംഗ് ഭാഗത്തുള്ള ഒരു 6 ഇഞ്ച് വീതിയുള്ളൊരു തുണി ഉണ്ടാകും. അതൊക്കെ ഈ കോളറിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഞാനവിടെ നേരത്തെ 4 ഇഞ്ച് വിട്ടിലാണ് എടുത്തത്. അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ 6 ഇഞ്ച് തന്നെ എടുക്കാൻ മറക്കരുത്. അങ്ങനെ എടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഷേപ്പും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഒരുവിധം സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ടക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു. ടക്ക് ഞാൻ അടിഭാഗം സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ടക്ക് ഇട്ട് കൊടുക്കണമായിരുന്നു. അതും ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. കുറേ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഫ്രണ്ട് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടൺ വെച്ച് കൊടുക്കാം. അല്ല ഓപ്പൺ വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താഴ്ത്തിയിട്ട് കൊടുത്തിട്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് പോർഷൻ്റെ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടും 4 ഇഞ്ച് വിട്ടിൽ 4 ഇഞ്ച് ലെങ്ത്തിൽ തന്നെ നമുക്ക് ടക്കിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ആദ്യം സ്റ്റിച്ച് ചെയ്യണേക്കുമ്പോൾ അടിഭാഗം സ്റ്റിച്ച് ചെയ്യണേക്കുമ്പോൾ ചെയ്യണമായിരുന്നു. ഞാനത് മറന്നു പോയതാണ്. കഴിഞ്ഞ് വന്നപ്പോഴാണ് ടക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇഞ്ച് ലൂസ് വിട്ടിട്ടുണ്ടായിരുന്ന കാര്യം ഓർമ്മ വന്നത്. അപ്പം നിങ്ങളും ആദ്യം അടിഭാഗം സ്റ്റിച്ച് ചെയ്യണേക്കുമ്പോൾ ഒന്ന് ടക്കിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വേണം അടിഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മൾ 1 ഇഞ്ചാണ് ടക്കിന് വേണ്ടി ലൂസ് ഇട്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ചതിന് ശേഷം 2 സൈഡിലോട്ടും 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെരിച്ച് വരച്ചിട്ട് ടക്കിട്ട് കൊടുക്കുക. ബാക്കിൽ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലും ടക്കിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ബട്ടൺ വെക്കാം. ബട്ടൺ വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്കിവിടെ വേണമെങ്കിൽ ഷോ ബട്ടൺ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയാവും. എൻ്റെ കയ്യിൽ ഷോ ബട്ടൺ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സാധാ ബട്ടൺ വെച്ച് കാണിച്ചത്.